ഒരു യുദ്ധം അവസാനിച്ചാലും അതിൻ്റെ മുറിവുകൾ ഒരു കാലത്തും അവസാനിക്കില്ല. ലോക സിനിമയിൽ യുദ്ധത്തെക്കുറിച്ച് നൂറുകണക്കിന് സിനിമകൾ വന്നിട്ടുണ്ട്. ചിലത് വീരകഥകൾ പറഞ്ഞു, ചിലത് രാജ്യസ്നേഹം ആഘോഷിച്ചു. എന്നാൽ വളരെ വിരളമായ ചില സിനിമകൾ മാത്രമാണ് യുദ്ധത്തെ അതിൻ്റെ യഥാർത്ഥ മുഖത്തോടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. 1998 പുറത്തിറങ്ങിയ സേവിങ് പ്രൈവറ്റ് റയാൻ അത്തരമൊരു സിനിമയാണ്. ഇതൊരു യുദ്ധ സിനിമ മാത്രമല്ല, മനുഷ്യജീവൻ്റെ വില, ഉത്തരവാദിത്തം, ത്യാഗം, യുദ്ധത്തിൻ്റെ അർത്ഥശൂന്യത, മനുഷ്യൻ്റെ ധാർമ്മികത, സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള ചലച്ചിത്ര അനുഭവമാണ്. ഈ സിനിമയുടെ ആശയം രൂപപ്പെടാൻ കാരണമായത് അമേരിക്കൻ ചരിത്രകാരനും എഴുത്തുകാരനുമായ സ്റ്റീഫൻ ഇ ആംബ്രോസ് നടത്തിയ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള വിപുലമായ ഗവേഷണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഡി ഡേ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും യുദ്ധത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സൈനികരുമായി അദ്ദേഹം നടത്തിയ അഭിമുഖങ്ങളും ഈ ഹോളിവുഡിൽ അതിനോടകം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തിരക്കഥാകൃത്ത് റോബർട്ട് റോഡാറ്റ് ഈ കഥ എഴുതിയത്. സിനിമയിലെ ജെയിംസ് ഫ്രാൻസിസ് റയാൻ എന്ന കഥാപാത്രം സാങ്കല്പികമാണ്. എന്നാൽ ഒരേ കുടുംബത്തിലെ നിരവധി സഹോദരന്മാർ യുദ്ധത്തിൽ മരിച്ച യഥാർത്ഥ സംഭവങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയിലെ നിലാൻഡ് ബ്രദേഴ്സ് എന്ന കുടുംബത്തിൻ്റെ അനുഭവങ്ങളും ഈ കഥയ്ക്ക് പ്രചോദനമായി. അതിനാൽ ഇതൊരു യഥാർത്ഥ സംഭവത്തിൻ്റെ പുനരാവിഷ്കാരമല്ല, എന്നാൽ യഥാർത്ഥ ചരിത്രത്തിൻ്റെ ആത്മാവിൽ നിന്ന് ജനിച്ച ഒരു സാങ്കല്പിക കഥയാണ്. സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗ് ഇതിനു മുമ്പ് തന്നെ ഒരു ലോക പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ഏറെ ആഴമേറിയതായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് സംവിധാനം ചെയ്തിരുന്നു. ഹോളോകോസ്റ്റിൻ്റെ ഭീകരത പറഞ്ഞ ആ സിനിമയ്ക്ക് ശേഷം യുദ്ധഭൂമിയിലെ സാധാരണ സൈനികരുടെ ജീവിതം കാണിക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തെ സേവിങ് പ്രൈവറ്റ് റയാനിലേക്ക് എത്തിച്ചത്. സ്പിൽബർഗിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. യുദ്ധത്തെ സിനിമാറ്റിക് വിനോദമാക്കാതെ യുദ്ധം അനുഭവിക്കുന്നത് പോലെ പ്രേക്ഷകരെ അനുഭവിപ്പിക്കുക. ചിത്രീകരണത്തിനായുള്ള തയ്യാറെടുപ്പ് തന്നെ ആ തരത്തിലായിരുന്നു. ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കളെ യഥാർത്ഥ സൈനികരെ പോലെ പരിശീലിപ്പിച്ചു. ടോം ഹാങ്ക്സ്, ടോം സിസ്മോർ, വിൻ ഡീസൽ തുടങ്ങിയ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ മുൻ അമേരിക്കൻ മറൈൻ ഓഫീസറായ ക്യാപ്റ്റൻ ഡെയിൽ ഡേയുടെ നേതൃത്വത്തിൽ കഠിനമായ സൈനിക പരിശീലനത്തിന് വിധേയമാക്കി. മഴയും തണുപ്പും ഉറക്കക്കുറവും ശാരീരിക ക്ഷീണവും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അവർ നേരിട്ടു. എന്നാൽ മാറ്റ് ഡാമൻ മാത്രം ആ പരിശീലനത്തിൽ നിന്ന് ഒഴിവാക്കി. കാരണം മറ്റ് അഭിനേതാക്കൾക്ക് അദ്ദേഹത്തിനോട് സ്വാഭാവികമായ അസ്വസ്ഥതയും അകൽച്ചയും തോന്നണമെന്ന് സ്പിൽബർഗ് ആഗ്രഹിച്ചു. അതേ വികാരമാണ് പിന്നീട് സിനിമയിലും പ്രകടമാവുന്നത്. 1998 ജൂലൈ 24 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. റിലീസ് ദിനം മുതൽ തന്നെ നിരൂപകർ ഈ സിനിമയെക്കുറിച്ച് ഒരു മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിച്ചു. ലോകമെമ്പാടും ചിത്രം വമ്പിച്ച ബോക്സ് ഓഫീസ് വിജയമായി. ഏകദേശം $70 മില്യൺ ചെലവിൽ നിർമ്മിച്ച ചിത്രം $480 മില്യൺ വരുമാനം നേടി. 1999 അക്കാദമി അവാർഡിൽ ചിത്രം 11 വിഭാഗങ്ങളിൽ നാമനിർദ്ദേശം നേടി. 5 ഓസ്കാർ പുരസ്കാരങ്ങളും സ്വന്തമാക്കി. മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച ശബ്ദം, മികച്ച ശബ്ദ സംയോജനം, മികച്ച എഡിറ്റിംഗ് എന്നിവയൊക്കെ സ്വന്തമാക്കി. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ ലഭിക്കാതിരുന്നത് ഇന്നും സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അത്ഭുതങ്ങളിലൊന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലം. സഖ്യസേന നോർമണ്ടി തീരത്ത് ഇറങ്ങുന്നു. ചരിത്രത്തിൽ ഡി ഡേ എന്നറിയപ്പെടുന്ന ഈ ആക്രമണത്തിൽ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുന്നു. അതേസമയം അമേരിക്കൻ സൈനികത്തിന് ഒരു വിവരം ലഭിക്കുന്നു. റയാൻ കുടുംബത്തിലെ 4 സഹോദരന്മാരിൽ 3 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 4ാമനായ പ്രൈവറ്റ് ജെയിംസ് റയാൻ ഇപ്പോഴും എവിടെയോ യുദ്ധഭൂമിയിലുണ്ട്. അവനെ കണ്ടെത്തി ജീവനോടെ വീട്ടിലെത്തിക്കാൻ തീരുമാനിക്കുന്നു. അതിന് ക്യാപ്റ്റൻ ജോൺ മില്ലറിൻ്റെ നേതൃത്വത്തിൽ 8 അംഗ സംഘത്തെ നിയോഗിക്കുന്നു. അവരുടെ യാത്ര വെറും രക്ഷാപ്രവർത്തനമല്ല. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ എത്ര ജീവനുകൾ അപകടത്തിലാകണം? ഒരു വ്യക്തിയുടെ ജീവൻ മറ്റുള്ളവരെക്കാൾ വിലപ്പെട്ടതാണോ? യുദ്ധത്തിൽ ശരിയും തെറ്റും എവിടെയാണ്? ഈ ചോദ്യങ്ങളാണ് ഈ സിനിമയുടെ ആത്മാവ്. സിനിമയുടെ കേന്ദ്ര ചോദ്യം തന്നെ ഇതാണ്. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ 8 പേർ മരിക്കുന്നത് നല്ല രീതിയാണോ? ഓരോ കഥാപാത്രവും ഈ ചോദ്യത്തോട് വ്യത്യസ്തമായി പ്രതികരിക്കുന്നുമുണ്ട്. പ്രേക്ഷകരും ഉത്തരമില്ലാതെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സിനിമയിൽ ശത്രുക്കളും മനുഷ്യരാണ്. മരണവും വേദനയും ഇരുവശത്തുമുണ്ട്. യുദ്ധത്തിൽ വിജയിക്കുന്നുണ്ടാകാം, പക്ഷേ യുദ്ധം എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കവർന്നെടുക്കുന്നു. ക്യാപ്റ്റൻ മില്ലർ തൻ്റെ ഉത്തരവുകൾ പാലിക്കുകയാണ്. എന്നാൽ ഓരോ മരണത്തിന് ശേഷവും ആ ഉത്തരവിൻ്റെ നൈതികത അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്.
ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഭാരം തീരുമാനങ്ങളാണ് എന്ന് ഈ സിനിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നുണ്ട്. ചിലർ ജീവൻ, ചിലർ വിശ്വാസം, ചിലർ മാനസിക സമാധാനം. അവസാനം റയാനോട് പറയുന്ന ഒരു വാചകം സിനിമയുടെ ആത്മാവായി മാറുന്നു. ഏൺ ദിസ്, അതായത് ഞങ്ങളുടെ ത്യാഗത്തിന് അർഹമായ ജീവിതം നീ നയിക്കുക. സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലും വയോധികനായ റയാൻ യുദ്ധസ്മാരകത്തിലെത്തുന്നുണ്ട്. ഒരു രാജ്യം തൻ്റെ സൈനികരെ എങ്ങനെ ഓർക്കുന്നു? ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ത്യാഗത്തിന് കടപ്പെട്ടവനായി എങ്ങനെ ജീവിക്കുന്നു? ഈ ചോദ്യങ്ങളും സിനിമ ഉന്നയിക്കുന്നുണ്ട്. സിനിമയുടെ ആദ്യ 20 മിനിറ്റ് ലോക സിനിമയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ഒന്നാണ്. ഒമേഹ ബീച്ചിലെ ആക്രമണ രംഗം ഇന്നും സിനിമാ ചരിത്രത്തിലെ ഏറ്റവും യാഥാർത്ഥ്യബോധമുള്ള യുദ്ധരംഗമായി കണക്കാക്കപ്പെടുന്നു. കുലുങ്ങുന്ന ക്യാമറ, വേഗതയേറിയ എഡിറ്റിംഗ്, പൊട്ടിത്തെറികളുടെ ശബ്ദം, ചിതറുന്ന ശരീരങ്ങൾ, പരിക്കേറ്റ സൈനികരുടെ നിലവിളികൾ. പശ്ചാത്തല സംഗീതമില്ലാതെ പ്രേക്ഷകർ യുദ്ധം കാണുന്നേയില്ല. ഈ രംഗം കണ്ട് നിരവധി രണ്ടാം ലോക മഹായുദ്ധ സൈനികർക്ക് പഴയ യുദ്ധസ്മരണകൾ ശക്തമായി തിരിച്ചു വന്നതായി പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ നിറങ്ങളുടെ തിളക്കം കുറച്ച് വാർത്താ ദൃശ്യങ്ങളെ ഓർപ്പിക്കുന്ന ദൃശ്യഭാഷ സൃഷ്ടിക്കുകയുണ്ടായി. ക്യാമറയുടെ ചലനങ്ങൾ യുദ്ധത്തിൻ്റെ അനിശ്ചിതത്വം അനുഭവിപ്പിക്കുന്ന ഒന്നായി. ശബ്ദരൂപകൽപ്പന പ്രേക്ഷകനെ യുദ്ധഭൂമിയിലേക്ക് വലിച്ചിഴച്ചു. ജോൺ വില്യംസിൻ്റെ സംഗീതം വളരെ നിയന്ത്രിതമായി മാത്രം ഉപയോഗിച്ചു. നിശബ്ദത തന്നെയാണ് എല്ലാ രംഗങ്ങളിലും ഏറ്റവും വലിയ സംഗീതമായി മാറുന്നത്. സേവിങ് പ്രൈവറ്റ് റയാനു ശേഷം യുദ്ധ സിനിമകളുടെ ഭാഷ തന്നെ മാറി. തുടർന്ന് പുറത്തിറങ്ങിയ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്, ദ പസഫിക്, ലെറ്റേഴ്സ് ഫ്രം ടു ജിമ, ഹാക്സ റിഡ്ജ്, 1917, ഡങ്കിർക്ക് തുടങ്ങിയ നിരവധി സിനിമകളിലും പരമ്പരകളിലും ഇതിൻ്റെ സ്വാധീനം വ്യക്തമായി കാണാം. വീഡിയോ ഗെയിമുകളായ മെഡൽ ഓഫ് ഹോണർ, കാൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയവയുടെ യുദ്ധരംഗങ്ങളുടെ രൂപകൽപ്പനയിലും ഈ ചിത്രത്തിൻ്റെ സ്വാധീനം പ്രകടമാണ്. ഇന്ന് യുദ്ധത്തെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്ന സിനിമകൾക്ക് സേവിങ് പ്രൈവറ്റ് റയാൻ ഒരു മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ തുടരുകയാണ്. സാങ്കേതിക വിദ്യ മാറിയെങ്കിലും യുദ്ധത്തിൻ്റെ വില മാറിയിട്ടില്ല. ഓരോ യുദ്ധത്തിൻ്റെയും പിന്നിൽ അനേകം കുടുംബങ്ങളുടെ കണ്ണീരും നഷ്ടപ്പെട്ട ബാല്യങ്ങളും തകർന്ന സ്വപ്നങ്ങളും ഉണ്ടെന്ന് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സേവിങ് പ്രൈവറ്റ് റയാൻ യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്നതേയില്ല. വീരതയെപ്പോലും അത് നിശിതമായി ചോദ്യം ചെയ്യുന്നു. ഒരു ജീവൻ രക്ഷിക്കാനായി എത്ര ജീവനുകൾ നഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരമൊന്നും സിനിമ നൽകുന്നില്ല. പകരം ഓരോ ത്യാഗത്തിനും പിന്നിൽ ഒരു മനുഷ്യൻ്റെ മുഖമുണ്ടെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സേവിങ് പ്രൈവറ്റ് റയാൻ ഒരു യുദ്ധ സിനിമ മാത്രമല്ല, മനുഷ്യജീവൻ്റെ വിലയെക്കുറിച്ചും കടമയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ലോക സിനിമ പറഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തമായ കാവ്യങ്ങളിലൊന്നാണിത്. ഇന്നും ലോകത്തെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ പട്ടികയിൽ ഈ ചിത്രം മുൻനിരയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്.